ഹോർമുസിൽ അമേരിക്കയുടെ ഉപരോധത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിനും വലിയ ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാഷ്ട്രങ്ങളുടെ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. സുരക്ഷ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന നിലപാടിലേക്ക് ഇറാൻ മാറുന്ന പശ്ചാത്തലം ഏറെ ഗൗരവതരമാണ്. യുഎസുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളും തങ്ങളുടെ ഭീഷണിക്ക് കീഴിലെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അതായത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വീണ്ടും ഇരു രാജ്യങ്ങളും കടക്കുന്നു എന്നുള്ള സന്ദേഹം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. ഹോർമുസിലൂടെയാണ് ഇറാൻ തുടക്കത്തിൽ തിരിച്ചടിച്ചതെങ്കിൽ ഇപ്പോൾ ഹോർമുസ് തന്നെ ആയുധമാക്കി ട്രംപിന്റെ നീക്കം ഇറാനെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ 3 കപ്പലുകൾ ഇറാൻ അധികൃതർ നിർദ്ദേശിച്ച പാതയിലൂടെ 3 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, അടിക്ക് തിരിച്ചടി, അതായത് സുരക്ഷ ആർക്കുമില്ലെങ്കിൽ തങ്ങൾക്കും സുരക്ഷ ആർക്കും ഉണ്ടാകില്ല, തങ്ങൾക്കില്ലെങ്കിൽ എന്ന വ്യക്തമായ ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനവർ ആയുധമാക്കുന്നത് മറ്റ് തുറമുഖങ്ങളെയാണ്. അമേരിക്ക ഇത്തരത്തിൽ നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും മറ്റു തുറമുഖങ്ങളുടെ സുരക്ഷിതത്വം കൂടി പ്രധാനമാണ്. നേരത്തെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളടക്കം വലിയ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ. വലിയ സമ്മർദ്ദം ആ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി കൂടി വരുമ്പോൾ എന്താണ് ട്രംപിന്റെ മുമ്പിലുള്ള പുതിയ വഴി? രഞ്ജിത്ത്, പശ്ചിമേഷ്യൻ യുദ്ധം സങ്കീർണമായ മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. ഹോർമുസിൽ മറ്റൊരു യുദ്ധസന്നാഹവുമായി ഒരു പടയൊരുക്കം തന്നെ US തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:30 മുതലാണ് ട്രംപ് പ്രഖ്യാപിച്ച പോലെ തന്നെ കപ്പലുകൾ ഉപരോധിക്കാൻ തുടങ്ങിയത്. US നാവികസേന അതോടൊപ്പം തന്നെ സെൻട്രൽ കമാൻഡും ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. നൈറ്റ് ഓപ്പറേഷൻസിൻ്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 13 US-ന്റെ പടക്കപ്പലുകൾ ഇതിനോടകം തന്നെ ആ തീരത്തുണ്ട്. വിവിധ കപ്പലുകളെ തടയും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല കപ്പലുകൾക്കും നോട്ടീസ് നൽകുകയും ചെയ്തു. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പുറപ്പെടുന്നതും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മടങ്ങി വരുന്നതുമായ കപ്പലുകളെയാണ് ഇത്തരത്തിൽ തടയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചായിരിക്കും വരും മണിക്കൂറുകളിൽ US നാവികസേനയുടെ പ്രവർത്തനവും. എന്തായാലും നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ രാത്രി ഇറാന്റെ പ്രാദേശിക സമയം 10 മണിയോടുകൂടിയാണ് ഈ ഉപരോധം നിലവിൽ വന്നത്. ഇതിനുശേഷം മറൈൻ ട്രാഫിക് AIS ഡേറ്റ പ്രകാരം ഉപരോധം നിലവിൽ വന്ന ശേഷം 2 കപ്പലുകൾക്ക് ഗതാഗതം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. റിച്ച് സ്റ്റാറി, അത് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലാണ്, ചൈനയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ ഉപരോധം തുടങ്ങി 10:01 ഈ കപ്പൽ അവിടേക്ക് എത്തിയത്. പക്ഷേ യാത്ര പൂർത്തിയാക്കാനാകാതെ യു-ടേൺ എടുക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊന്ന് ഓസ്ട്രിയ എന്ന പേരിലുള്ള ഒരു ടാങ്കർ വെസലാണ്. ഈ ടാങ്കർ വെസലും യാത്ര പൂർത്തിയാക്കാനാകാതെ തിരിച്ചുവിട്ടു. അതേസമയം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇറാൻ 2 കപ്പലുകൾ അവിടെ കടന്നു എന്ന വിവരവും പുറത്തു വരുന്നു, സുരക്ഷിതമായി കടന്നു എന്ന വിവരവും പുറത്തു വരുന്നു. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. ഹോർമുസ് ആണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. ഹോർമുസിൽ അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് ഹോർമുസിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾക്ക് അമേരിക്ക മുതിർന്നാൽ അത് വെടിനിർത്തൽ കരാർ ലംഘനമായി കണക്കാക്കും എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇറാൻ പ്രതിനിധി സംഘത്തെ ഇസ്ലാമാബാദ് ചർച്ചകളിൽ നയിച്ച ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രതികരണവും അതുതന്നെയായിരുന്നു. ഒറ്റ വരിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇഫ് യു ഫൈറ്റ് വി വിൽ ഫൈറ്റ്. അതായത് ആക്രമണം ആണ് US ലക്ഷ്യമിടുന്നത് എങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇറാനും ലക്ഷ്യമിടുന്നത്. അത് കൃത്യമായ സന്ദേശമാണ്. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ഹോർമുസിൽ ഇറാന്റെ അസറ്റുകൾക്ക് നേരെ അമേരിക്കയുടെ നാവിക ഇടപെടലോ കപ്പൽ തടയുന്ന തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയോ ചെയ്താൽ ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ ഒന്നും സുരക്ഷിതമായിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അതായത് നേരത്തെ യുദ്ധത്തിൽ എന്ത് തരത്തിലുള്ള സമീപനമാണോ സ്വീകരിച്ചത്, അതായത് ഇറാനുമേൽ US നടത്തിയ വ്യോമാക്രമണം തിരിച്ച് പ്രത്യാക്രമണം എന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും നിലവിൽ സാഹചര്യങ്ങൾ കലുഷിതമായ നിലയിലേക്ക് പോയിട്ടില്ല. കപ്പലുകൾ തടയുന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. 2 കപ്പലുകൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത വിവരങ്ങൾ പുറത്തു വരുന്നു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഈ സമ്മർദ്ദ തന്ത്രം അത് എത്രത്തോളം ഫലം കാണും എന്നത് കാത്തിരിക്കേണ്ടതുണ്ട്. 2 ലക്ഷ്യങ്ങളാണ് അമേരിക്കയ്ക്ക് ഹോർമുസിലെ ഈ പടയൊരുക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. 2 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം
ഇറാനുള്ള സാമ്പത്തിക ഇറാൻ്റെ സർക്കാരിനും അതോടൊപ്പം തന്നെ സൈന്യത്തിനുമുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക, അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യം അതുണ്ടാക്കുക. അതായത് ഈ ഹോർമുസിലൂടെയുള്ള ഗതാഗതം തടഞ്ഞാൽ അത് കേവലം ഈ രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല, ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.